ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് ഉൽപ്പത്തി 1:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും പേരിട്ടു. ഇവിടെ വെളിച്ചം നന്മയുടെയും ജീവന്റെയും പ്രതീകമായും വെളിപാടിൻ്റെ വെളിച്ചമായും അവതരിപ്പിച്ചിരിക്കുന്നു. ഇരുട്ട് തിന്മയുടെയും മരണത്തിൻ്റെയും പ്രതീകമായും അജ്ഞതയുടെ അന്ധകാരമായും അവതരിപ്പിച്ചിരിക്കുന്നു. സൂര്യചന്ദ്രന്മാരെ 4-ാം ദിവസം സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിച്ചം നൽകുന്ന ആകാശഗോളങ്ങളില്ലാതെ പ്രകാശം എങ്ങനെയുണ്ടായി എന്ന ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. ആദിയിൽ പിതാവിൻ്റെ ചിത്തത്തിൽ നിന്ന് ജനിച്ച ദൈവവചനം അന്ധകാര നിബിഡമായ പ്രപഞ്ചത്തിൽ പ്രകാശമായി വർത്തിച്ചു. യോഹന്നാൻ 1:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന അനാദിയിലെ ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം തന്നെയായ ജീവൻ്റെ വചനത്തെയാണ് ഉൽപ്പത്തി 1:3 വെളിച്ചമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പിതാവിൻ്റെ വചനമായ പുത്രനാണ് ലോകത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം. അവിടുന്ന് സകല ജനത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചവും ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയുമാണ്. യോഹന്നാൻ 1:9, 1:18. ആ വെളിച്ചം താൻ തന്നെയാണെന്ന് യേശുതമ്പുരാൻ തന്നെ പറയുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. യോഹന്നാൻ 12:46. പുതിയ ജെറുസലേം നഗരിയുടെ പ്രകാശവും ഈ പുത്രൻ തമ്പുരാൻ തന്നെയാണ്. വെളിപാട് 21:23. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ച് വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. ഇത് മനുഷ്യൻ അന്ധകാരത്തിൽ ചരിക്കാതെ സ്വതന്ത്ര മനസ്സോടെ പകൽ വെളിച്ചത്തിൽ അഥവാ നന്മയുടെ പന്ഥാവിലൂടെ ചരിക്കാനായിട്ടാണ്. ദൈവം ഇരുളിനെ പൂർണ്ണമായി നശിപ്പിച്ചില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇരുളിനെ വെളിച്ചത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുക മാത്രമേ ചെയ്തുള്ളൂ. അതിനാൽ മനുഷ്യൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തിന്മയെ വെടിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കണം. അജ്ഞതയുടെ അന്ധകാരത്തിൽ തപ്പിത്തടയാതെ ദൈവിക വെളിപാടിൻ്റെ അഥവാ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരണം.